നമസ്കാരം. മൂഴിക്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് 3 വയസ്സുകാരിയെ കൊന്ന സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല. പുത്തൻകുരിശ് മറ്റക്കുഴി കീഴ്പള്ളി സുഭാഷിന്റെ മകൾ കല്യാണിയാണ് മരിച്ചത്. 8 മണിക്കൂറിലേറെ നീണ്ട തെരച്ചിലിനൊടുവിൽ പുലർച്ചെ 2:15 കല്യാണിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തിയത്. കുട്ടിയുടെ മൃതദേഹം ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് വിവാദങ്ങൾ. കല്യാണിയുടെ അമ്മ സന്ധ്യ ഇപ്പോൾ ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. എറണാകുളം റൂറൽ പോലീസ് സന്ധ്യക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. കുഞ്ഞിനെ താൻ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന സന്ധ്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നമുള്ളതായും കുടുംബ പ്രശ്നങ്ങളുള്ളതായും യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം സന്ധ്യയെ സ്വന്തം വീട്ടിലേക്ക് അയക്കാൻ ഭർത്താവ് സുഭാഷ് തയ്യാറായിരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. അതേസമയം സന്ധ്യയുടെ ബന്ധുക്കളുടെ ആരോപണം സുഭാഷ് തള്ളി. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ല, കുടുംബ വഴക്കുമില്ല, മക്കളെ മുൻപും കൊല്ലാൻ ശ്രമം നടത്തിയിരുന്നെന്നും സുഭാഷ് പറഞ്ഞതാണ് ദുരൂഹത കൂട്ടുന്നത്. വിശദ അന്വേഷണം പോലീസ് നടത്തും. സംഭവത്തിൽ കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിനാണ് പോലീസിന്റെ തീരുമാനം. സന്ധ്യയ്ക്ക് മാനസിക പ്രയാസങ്ങളുണ്ടെന്ന വാദം പോലീസ് മുഖവിലക്കെടുത്തില്ല. അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യവേ കല്യാണിയെ കാണാതായെന്ന വാർത്ത വൈകിട്ട് 7:30 പുറത്തു വന്നത് മുതൽ നാട് മുഴുവൻ തെരച്ചിലായിരുന്നു. സുഭാഷിന്റെ പരാതിയിൽ പുത്തൻകുരിശ് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ജില്ലയിലും പുറത്തുമായി അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. മറ്റക്കുഴി പണിക്കരുപടിയിലെ അങ്കണവാടിയിൽ നിന്നും ഉച്ചകഴിഞ്ഞ് 3:30 കല്യാണിയെയും കുട്ടി കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു അമ്മ. ആലുവ വരെ കുട്ടി ഒപ്പമുണ്ടായിരുന്നുവെന്ന് അമ്മ ആദ്യം പോലീസിന് മൊഴി നൽകി. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്നും എറിഞ്ഞതായി ഇവർ പറഞ്ഞു. മൂഴിക്കുളം പാലത്തിന്റെ ഭാഗത്തേക്ക് അമ്മയും കുട്ടിയും പോകുന്നതും തിരിച്ച് അമ്മ മാത്രം വരുന്നതും CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായതോടെ ഇവിടേക്ക് തെരച്ചിൽ കേന്ദ്രീകരിച്ചു. കനത്ത മഴയിലും പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും തെരച്ചിലിനിറങ്ങി. ഈ ശ്രമത്തിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 13 വർഷം മുമ്പാണ് സുഭാഷും സന്ധ്യയും വിവാഹിതരായത്. മൂത്തത് ആൺകുട്ടിയാണ്. വിവാഹം കഴിഞ്ഞത് മുതൽ പ്രശ്നമുണ്ടായിരുന്നു. വീട്ടുജോലി ചെയ്യാനുള്ള മടിയിൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങളെന്നും സുഭാഷ് കൂലിപ്പണിക്കാരനായിരുന്നു. കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെയാണ് പുറത്തുവരുന്ന എല്ലാ വാദങ്ങളും സ്ഥിരീകരിക്കുന്നത്. കുഞ്ഞിനെ പുഴയിലെറിയാനുണ്ടായ സാഹചര്യം പോലീസ് പരിശോധിക്കുകയാണ്. സന്ധ്യയും ഭർത്താവിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങൾ പോലീസ് പരിശോധിക്കുന്നതിനിടെയാണ് പരസ്പരം കുറ്റപ്പെടുത്തി സന്ധ്യയുടെ കുടുംബവും സന്ധ്യയുടെ ഭർത്താവും രംഗത്ത് വരുന്നത്. സന്ധ്യയും ഭർത്താവ് സുഭാഷും തമ്മിൽ വഴക്ക് പതിവാണെന്നും മർദ്ദിക്കാറുണ്ടെന്നുമാണ് സന്ധ്യയുടെ അമ്മയുടെ ആരോപണം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ വൈകിട്ട് സന്ധ്യ ഇവിടെ വന്നിരുന്നു, ഒരു കൂസലും കാണിച്ചില്ല, എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. കൊച്ചവടെയെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. രാത്രി 7 മണിക്കാണ് വന്നത്. ഇവിടെ മകൾ വന്നു നിൽക്കാറില്ല, അതിന് ഭർത്താവിനെ വീട്ടുകാർ അനുവദിക്കാറില്ല. സന്ധ്യയും ഭർത്താവുമായി തർക്കം പതിവാണ്. സുഭാഷ് മർദ്ദിക്കാറുണ്ടെന്ന് സന്ധ്യ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ആളല്ല സന്ധ്യ. എന്റെ മൂത്ത മകളുടെ അത്ര കാര്യശേഷിയില്ല, വീട്ടുജോലി ചെയ്യുന്നതിലൊക്കെ മടിയാണ്, അത് പറഞ്ഞ് ഭർത്താവുമായി വഴക്ക് പതിവാണ്. കുട്ടികളെ ഇവിടെ നിർത്താൻ ഭർത്താവിന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല. മകൾക്ക് മാനസിക പ്രശ്നമില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭർത്താവിന്റെ വീട്ടുകാർ കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടു. അതുപ്രകാരം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച സൈക്യാട്രിസ്റ്റിനെ കാണിച്ചിരുന്നു. പ്രയാസങ്ങളിൽ നിന്ന് ഉറപ്പാക്കിയിരുന്നെന്നും സന്ധ്യയുടെ അമ്മ പറയുന്നുണ്ട്. എന്തായാലും കല്യാണി എന്ന 3 വയസ്സുകാരിയുടെ മരണം അത് അമ്മ സന്ധ്യ നടത്തിയ കൊലപാതകമാണെന്ന് തെളിയുന്ന സാഹചര്യത്തിൽ ദുരൂഹത മാറുന്നില്ല. എന്തിനാണ് സന്ധ്യ ഇത് ചെയ്തതെന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്.